ഭൂമിയിൽ നിന്നും നാസയുടെ ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പോയ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബസ് വിൽമോറും ഇതുവരെ ഭൂമിയിലേക്ക് മടങ്ങിയെത്താത്തതിൽ ശാസ്ത്രലോകം ആശങ്കയിൽ. ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങാൻ നിശ്ചയിച്ച തീയതി കഴിഞ്ഞിട്ടും രണ്ടാഴ്ച ഇവർ ഭൂമിയിൽ എത്താതെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തന്നെ തുടരുകയാണ്. സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ യാത്രാ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് ഇരുവരും ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. വിക്ഷേപണത്തിന് മുമ്പ് തന്നെ പലവിധ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഈ പേടകത്തിന് നേരിട്ടെങ്കിലും ഒടുവിൽ ജൂൺ 5-ന് വിക്ഷേപിക്കുകയായിരുന്നു. 24 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഇരുവരും സുരക്ഷിതരായി തന്നെ ബഹിരാകാശ നിലയത്തിലെത്തി. എന്നാൽ ഈ യാത്രയ്ക്കിടെ 4 തവണ ഇന്ധനം ചോരുകയും സഞ്ചാരപാത ക്രമീകരിക്കുന്നതിനുള്ള ത്രസ്റ്ററുകൾ 5 തവണ പരാജയപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ഹീലിയം ചോർച്ച തുടർന്ന സാഹചര്യത്തിൽ ഇരുവരുടെയും തിരിച്ചിറക്കം വൈകുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. ബോയിങ്ങിന്റെയും നാസയുടെയും എഞ്ചിനീയർമാർ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടത്തുകയാണ്. എന്നാൽ നിലയവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പേടകത്തിന്റെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് തകരാറൊന്നും ഇല്ലെന്ന് തന്നെ നാസയും വിലയിരുത്തുന്നു. അതേസമയം സുനിത വില്യംസിനും വിൽമോറിനും എപ്പോൾ വേണമെങ്കിലും ഭൂമിയിലേക്ക് തിരിക്കാനാകുമെന്നും അവരവിടെ ഒറ്റപ്പെട്ടിട്ടില്ലെന്നും നിശ്ചയിച്ച തീയതി കഴിഞ്ഞിട്ടും നിലയത്തിൽ കഴിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് നാസ വ്യക്തമാക്കുന്നത്. പേടകത്തിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം ഡാറ്റ വിശദ പരിശോധന നടത്തുന്നതിന്റെ കാലതാമസമാണിതെന്നും നാസ പറയുകയാണ്. ജൂൺ 26-ഓടെ പേടകം തിരിച്ചിറക്കുമെന്നാണ് നാസ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയം. ഇത് ചിലപ്പോൾ വൈകിയേക്കാമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. എന്നാൽ ഇക്കഴിഞ്ഞ ജൂൺ 11-ന് ബഹിരാകാശ നിലയത്തിൽ ശ്വാസകോശത്തെ മാരകമായി ബാധിക്കുന്ന അപകടകാരിയായ ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു. മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയയായ എൻട്രോബാക്ടർ ബഗ് ആൻഡ് എൻസിസിന്റെ സാന്നിധ്യമാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. ഈ ബാക്ടീരിയ ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. അതായത് മരുന്നുകളോട് പ്രതിരോധ ശേഷി നേടിയ അപകടകാരികളായി ഇത്തരം ബാക്ടീരിയകളെ സൂപ്പർ ബഗ് എന്നാണ് വിളിക്കുന്നത്. ഇവ ബഹിരാകാശ സഞ്ചാരികളിലൂടെയാണ് ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. ബാക്ടീരിയകൾക്ക് ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുകയാണ്. ബാക്ടീരിയകൾ പുതിയ ആശങ്ക സൃഷ്ടിക്കുന്നു എന്ന് ഇതിനു മുമ്പ് തന്നെ വിവരങ്ങൾ പുറത്തുവന്നു. അതിനാൽ തന്നെ കൂടുതൽ നിരീക്ഷണങ്ങൾക്ക് പിന്നാലെ മാത്രമേ യാത്രികർക്ക് ഭൂമിയിലേക്ക് മടങ്ങാനാകൂ എന്നും നാസ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബച്ച് വിൽമോറും ബോയിങ് സ്റ്റാർലൈൻ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ ദൗത്യമാണിത്. അതേസമയം സ്റ്റാർലൈനർ പേടകത്തിൽ യാത്ര ചെയ്ത ആദ്യ വനിതയെന്ന നേട്ടവും ഒരു പുതിയ ബഹിരാകാശ പേടകത്തിന്റെ ആദ്യ പരീക്ഷണം നടത്തുന്ന വനിതയെന്ന നേട്ടവും സുനിതയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇരുവരെയും കൂടാതെ 7 പേർ കൂടി ഈ നിലയത്തിലുണ്ട്. ദീർഘനാളായി ഇവർ ബഹിരാകാശത്തിലുള്ളവരാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.